ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആരും ഇതുവരെ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഇന്ത്യ, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങളും അഗ്രസീവായിട്ട് ട്രംപിനെതിരെയൊക്കെ നീങ്ങുമ്പോൾ അഡ്രസ് ഇല്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ അറബി കുട്ടന്മാർ. ഈ അത് വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കാരണം പണ്ടൊക്കെ ഒരു ഇന്ത്യയെ ഒന്ന് എതിർക്കുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നാലും നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇന്ദിരാഗാന്ധി അമേരിക്കക്കെതിരെയൊക്കെ ഒന്ന് പ്രതികരിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ ഇന്ദിരാഗാന്ധി നടന്നില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ അമേരിക്കയുടെ ചാറ്റന്മാരുള്ള സ്ഥിതിക്ക് അത് നടക്കില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബിജേട്ടാ, നമ്മൾ എന്തെങ്കിലും ഒരു അമേരിക്കക്കെതിരെ ഒരു ചെറിയൊരു വിരൽ അനക്കി കഴിഞ്ഞാൽ അവന്മാർ അറബി നാട് വഴിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും പ്രഷറൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് അവിടെ നിന്നാണല്ലോ. എണ്ണയും പിണ്ണാക്കൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ഇപ്പൊ അങ്ങനെയല്ലേ, ഇപ്പൊ 60-70 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത്. അറബികൾ നിഷ്പ്രഭമായി പോയി. നമ്മൾ ഈ 3 രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അറബികൾ എന്ത് നീക്കമാണ് അവിടെ നടത്തുന്നത്? എന്തോ ഒന്ന് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്താണ് സംഭവം? അതായത് മുമ്പ് നമുക്കറിയാം, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സുഡാപ്പികൾ സ്ഥിരം പറയുന്ന കാര്യമുണ്ട്. ഗൾഫിൽ നിന്ന് അവര് എണ്ണുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ വണ്ടി ഓടിക്കും ഇന്ന് പറയാറില്ല. ഇന്ന് പറയാൻ കഴിയില്ല. അതെ അതെ കാരണം നമ്മളിപ്പോ അതെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന 40ഓളം രാജ്യങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. പണ്ട് 27-16 രാജ്യങ്ങളെ ആശ്രയിച്ചിടത്താണ്. ഇപ്പൊ ഗൾഫ് കൺട്രീസ് നമുക്ക് എണ്ണയുടെ ഒരു ഖനിയല്ല നമുക്ക് തോന്നുന്നു. രണ്ടാമത് അവർ പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു പിന്നെ ഈ ഒരു ഇന്ത്യ വിരോധം ചില രാജ്യങ്ങൾ, ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെങ്കിലും ഇന്ത്യക്കെതിരെ അവർക്ക് തോന്നാനുണ്ടായ ഒരു കാര്യം, മുമ്പ് ഈ ടെക്നോളജിയും കാര്യങ്ങളൊന്നും വികസിക്കാതിരുന്ന കാലത്ത് ഇവിടെ നിന്ന് പോകുന്ന ഒരു വലിയ വിഭാഗവും ഇവിടെ ഭരണത്തിലിരിക്കുന്ന വിഭാഗവുമൊക്കെ കള്ളക്കഥകൾ പറഞ്ഞവരെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു. ഇന്ത്യ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന രാജ്യമാണ്, BJP അവന്മാര് കൊല്ലുന്നു, കുഴിച്ചു മൂടുന്നു, അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ചില അറബ് രാജ്യങ്ങളും ചില ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അത് തൊണ്ട തുടങ്ങാതെ വിഴുങ്ങുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, ഇന്ത്യയുടെ ചില ഭരണാധികാരികൾക്കൊക്കെ എതിരെ, ഇന്ത്യക്കെതിരെയൊക്കെ മുമ്പ് പല സ്റ്റേറ്റ്മെന്റുകളും വന്നിട്ടുണ്ട്. നിങ്ങളത് മുമ്പോട്ട് പോയാൽ പ്രശ്നമാകും, ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമാകും എന്നൊക്കെ. പക്ഷേ അത് പാടെ മാറി മറഞ്ഞു. കാരണം പഴയതുപോലെ കുത്തിത്തിരിപ്പിന് സ്കോപ്പ് അവിടെ ഇല്ല. കാരണം നമ്മൾ വിചാരിക്കും, ഇല്ലെങ്കിൽ അവരെ മുൻപ് പറ്റിച്ചുകൊണ്ടിരുന്നവരുടെ കാലഘട്ടം കഴിഞ്ഞു. പുതിയ തലമുറ അവിടെ ഈ സൗദിയിലടക്കം പുതിയ ഭരണാധികാരികൾ വരികയും ടെക്നോളജി അതിവേഗം ബഹുദൂരം മുൻപോട്ട് പോവുകയും പിന്നെ നരേന്ദ്രമോദി കണക്ക് ഒരു പ്രധാനമന്ത്രി വന്നിട്ട് അതിനുശേഷം ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു വെച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവന്മാർ ഇത്രയും നാൾ ഇവിടെ വന്ന് പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നു. അങ്ങനെയാണ് ഈ രാജ്യമായിട്ടുള്ള ട്രേഡിംഗ് പോലും ഇല്ലാതായതെന്ന്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ ഈ കഴിഞ്ഞ വർഷം രാമ ജന്മഭൂമിയിൽ പുതിയ ക്ഷേത്രം സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഭയങ്കര കോലാഹലങ്ങളായിരുന്നു. പക്ഷെ ഒരു മിഡിൽ ഈസ്റ്റിലെ കൺട്രിയും അതിനെ എതിർത്ത് പറഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനെതിരെ സൗദി അറേബ്യ രംഗത്ത് വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. വേറെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും വന്നു. ഇനി മറ്റൊരു സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങൾ നൽകിയ അത്രയും പുരസ്കാരങ്ങൾ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടോ? ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. അതായത് അവിടുത്തെ എല്ലാ കൺട്രീസും ഗ്രാൻഡ് ആയിട്ടുള്ള എന്താണ് അവരുടെ ഈ സിവിലിയന്മാർക്കുള്ള പരമോന്നത ബഹുമതി നൽകിയ ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അവർ വളരെ അടുത്തു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. മുൻപ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ആദ്യം ഒന്ന് കൽപ്പിക്കും, അതനുസരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഗുണ്ടകളെ വിടും. അങ്ങനെ ഗുണ്ടകളെ വിടുന്ന ഒരു രാജ്യമായിരുന്നു മിഡിൽ ഈസ്റ്റ്, പാകിസ്ഥാൻ. അങ്ങനെ നമ്മുടെ ചുറ്റോടുള്ള രാജ്യങ്ങൾ, ചൈനയും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇട്ട് കളിപ്പിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ഓരോ രാജ്യത്തിനും പ്രഷർ കൊടുക്കുന്നത്. എണ്ണ തരത്തില്ല, അത് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അയ്യോ, ഇവരങ്ങാണ് ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഗൾഫിൽ നിന്ന് എണ്ണ വരും? ഗൾഫിൽ അവർ പറയും എണ്ണയൊക്കെ തരാം, 100-150 രൂപ വരും ഡോളർ ഒരു ബാരലിന്, അപ്പം എങ്ങനെ എടുക്കും നിങ്ങൾ എന്നൊക്കെയുള്ള പ്രഷർ ആയിരുന്നെങ്കിൽ ഇന്ന് അതിന് പട്ടി വിലയില്ല. അത് തിരിച്ചറിഞ്ഞത് മിഡിൽ ഈസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു സൗദി ആണ് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നതും നമ്മളുമായി വലിയ ഡീൽസിലേക്ക് അവർ പോവുകയും ചെയ്തു. അവിടെ ഇപ്പോൾ റെയിൽ ഗതാഗതം വരുന്നു. എനിക്ക് തോന്നുന്നു ഈ G20 ഉച്ചകോടി നടക്കുമ്പോൾ ഒരു വലിയ പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയിരുന്നു. നമ്മളൊരു കോറിഡോർ, അതായത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മിഡിൽ ഈസ്റ്റ് വഴി അത് ഇസ്രായേലിന്റെ ആ ഒരു ഭാഗം വഴി കടന്ന് ഗ്രീസിലേക്ക് ചെന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് ചെല്ലുന്നു. അതിനകത്ത് ഒരു വലിയ പങ്ക് ഈ മിഡിൽ ഈസ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പോഴാണ് സൗദി അറേബ്യയുടെ പുതിയ ഒരു എഗ്രിമെന്റ് നമ്മളുമായിട്ട് ചെയ്തു. അവിടെ റെയിൽ ഗതാഗതം ഇതിന് മുഴുവൻ കോൺട്രാക്ട്. അപ്പൊ ഇന്ത്യയുമായി ഈ ഗൾഫ് നമ്മൾ കണ്ടതാ. ഖത്തർ, നമുക്കറിയാം, ഈ തീവ്രവാദ സംഘടനകൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്ന രാജ്യമാണ് എന്ന അപഖ്യാതി നേരിടുന്ന ഖത്തറിന്റെ ഭരണാധികാരി ഈ ഓപ്പറേഷൻ സിന്ദൂർ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെത്തുന്നത്. ആ ഇന്ത്യയിൽ എത്തിയപ്പോൾ ആ വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്.
ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹവും നടത്തിയ ആ ഒരു സ്വീകരണം, അതായത് ഒരു പ്രോട്ടോകോളിനപ്പുറത്തേക്കുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു 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 കാഴ്ച നമ്മൾ അവിടെ കണ്ടു. അതിന് തൊട്ടു പിന്നാലെ ഖത്തറുമായി ഒരു വലിയ കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു. അതായത് ഈ ഖത്തറിനെയും മറ്റു രാജ്യങ്ങളെയും വെച്ചുകൊണ്ടായിരുന്നു അമേരിക്ക ഈ കളി കളിച്ചതെങ്കിൽ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർ നോക്കുന്നത് നാളെ അമേരിക്ക പോകാം, കാരണം അമേരിക്കയെ നമ്പിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ജോർജ് ബുഷിന്റെ കാലം വരെയൊക്കെ അമേരിക്ക പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുമായിരുന്നു. അതിനുശേഷം ഒന്നും അമേരിക്ക പറയുന്നിടത്ത് മിക്ക രാജ്യങ്ങളും നിൽക്കാതായി. കാരണം അമേരിക്കയുടെ കയ്യിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് ഇല്ലാതെ വന്നുകൂടിയാണ് പല രാജ്യങ്ങളും പോകാൻ തുടങ്ങിയത്. പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരെ ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഈ സൈനിക താവളങ്ങളും മറ്റുമൊക്കെ ഈ മിഡിൽ ഈസ്റ്റിൽ കൊണ്ട് ഇടുന്നത് എന്തിനാണ്? അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയാണ്. അതായത് അവരുടെ പട്ടാളക്കാരെ ഇവിടെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കൊണ്ടിടുക, അവരുടെ ചെല്ലും ചിലവും കൊടുപ്പിക്കുക, പിന്നെ ഇവരുടെ ഇറക്കുന്ന ആയുധങ്ങൾ വാങ്ങുക. ഇതുകൂടാതെ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുള്ള എണ്ണ മുഴുവൻ, ക്രൂഡ് ഓയിൽ മുഴുവൻ കൊണ്ടുപോയി ശുദ്ധീകരിച്ചിട്ട് അത് അവിടൊക്കെ തന്നെ മറിച്ച് വിൽക്കുന്ന, ഇല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ അവിടെ മറിച്ച് വിൽക്കുന്ന മാറി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുമായിട്ട് അവർ ഡീല് കൊണ്ടുവരാൻ തുടങ്ങി. ഈ അമേരിക്ക ചൊടിപ്പിച്ച് ഏറ്റവും വലിയ കാര്യം UAE-യുമായിട്ട് നമ്മൾ റുപ്പീസിലാണ്, നമ്മുടെ ഇന്ത്യൻ രൂപയിലാണ് നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. UPI പോലും അവിടെ വളരെ സജീവമായി തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സമയം. സൗദിയുമായിട്ട് നമ്മൾ രൂപയിൽ ട്രേഡ് നടത്താൻ പോകും. അവർ മാറി, അവർ ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി മാറുന്ന ലോകക്രമത്തിൽ ഇനി ഈ ഏഷ്യ തന്നെയാണ് ഏറ്റവും വലിയ വിപണിയായി മുൻപോട്ട് വരുന്നത്, അല്ലാതെ അമേരിക്കയും യൂറോപ്പും അല്ല. കാരണം അവരുടെ ഒരു ഇതുണ്ട്, അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്ക തമ്മിലുള്ള ഒരു വ്യാപാര ബന്ധമുണ്ട്. ഇവിടുന്ന് ഉത്പാദിപ്പിക്കുന്നത് അങ്ങോട്ടും പോകും, അവിടുന്ന് ഉത്പാദിപ്പിക്കുന്നത് ഇങ്ങോട്ടും വരും. അതിനപ്പുറത്തേക്ക് ഇവർക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ്, ഏഷ്യ അടക്കമുള്ളിടത്തേക്ക് പോകണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ തുറന്നു കിട്ടിയിരിക്കുന്നത് വിലപേശാനുള്ള കപ്പാസിറ്റിയാണ്. അതായത് രണ്ട് ധ്രുവങ്ങൾ തുറന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും നിൽക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന ഒരു ചേരി നിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ മിഡിൽ ഈസ്റ്റിൽ തുറന്നു കിട്ടുന്ന വലിയൊരു ഗോൾഡൻ ചാൻസാണ്. അതായത് മുമ്പ് വിലപേശാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വിലപേശാം, അമേരിക്കയോട് വിലപേശാം, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് വിലപേശാം. നിങ്ങൾക്ക് വേണോ, ഞങ്ങൾ നിങ്ങൾക്ക് വിപണി തുറന്നു തരാം, പക്ഷെ ഞങ്ങളുടെ ഡിമാൻഡുകൾ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്ന തരത്തിലേക്ക് മാറി. അതുമാത്രവുമല്ല, അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മറ്റ് ഇടപാടുകൾക്കും കാര്യങ്ങൾക്കുമൊക്കെ മിഡിൽ ഈസ്റ്റിന് ഒരു പ്രാധാന്യം അവിടെ കൈവരുന്നു. ഈ പുതിയ രാഷ്ട്രീയ ചാക്രമണത്തിൽ, ഇല്ലെങ്കിൽ പുതിയ ഈ ജിയോ പൊളിറ്റിക്സിൽ ഒക്കെ അവർക്ക് അതിനൊരു വലിയ ഒരു ഇത് കിട്ടുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിഡിൽ ഈസ്റ്റിന്റെ നിശബ്ദത, മിഡിൽ ഈസ്റ്റിന്റെ സൈലന്റ്. നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യവും അവർ ഇതുവരെ പറഞ്ഞില്ല. സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന പണി ഈ മിഡിൽ ഈസ്റ്റിനെ കൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലായിരുന്നെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ ഇപ്പൊ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. കാരണം എണ്ണയുടെ ഒരു ഇതിൽ വേണം അവർ ഭീഷണി കൂടുതൽപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ട്രംപിന് തന്നെ നന്നായി അറിയാം. കാരണം ഈ ഇറാൻ അമേരിക്ക വാറ് എന്ന് എപ്പോഴും പറയുമ്പോഴും ട്രംപിന് നന്നായി അറിയാം. ആ വാറ് നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തെ തിരിഞ്ഞു വീഴും. അത് ഇസ്ലാമിക രാജ്യത്ത് തിരിഞ്ഞു വീഴും. ഇസ്രായേല് കുറെ ദിവസം കൂടെ കൂടുതൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ അറബ് നേഷൻസ് മാറും, കഥ മാറും. കാരണം കുറച്ചൊക്കെ അവർ സഹിക്കും, പിന്നെ ഒരുപാടായി കഴിഞ്ഞാൽ സഹിക്കില്ല. കാരണം എന്താ, അവരിലേക്കും പടരും. കാരണം ഗൾഫ് കൺട്രീസിലെ യുദ്ധം എന്ന് പറയുന്നത് എണ്ണപ്പാടങ്ങൾക്ക് തീയിടുന്നതാണ് അതിന്റെ ഒരു ക്ലൈമാക്സ്. അതങ്ങനെ വന്നാൽ അവരുടെ വ്യവസായങ്ങൾ നശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മതപരമായ ആരാധനാലയങ്ങൾക്ക് നേരെ കേടുപാടുകൾ വന്നാൽ അത് മറ്റൊരു സംഭവമായി വരും. അപ്പൊ അവിടെ തീ കൊണ്ട് കളിക്കുന്നത് കണക്കാണ് ട്രംപും സൂക്ഷിച്ചു തന്നെയാണ് അവിടെ ഇടപെടുന്നത്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്താണ്, ഇറാനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് ഇപ്പൊ കൊണ്ട് ബോംബിട്ടതെന്നാണ് കേൾക്കുന്നത്. ഇറാനോട് പറഞ്ഞു ഞങ്ങൾക്ക് മാനം രക്ഷിക്കണം, ബോംബിടണമെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ പഴയ ചില ആണവ ഗോഡൌണുകളുണ്ട്, അവിടെ കൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നത് നല്ലത്. ഇന്റർനാഷണൽ മീഡിയ ഫോട്ടോ, ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതമാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. അത് നമുക്ക് അന്നേ തോന്നിയിരുന്നു. കാരണം വലിയ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് മറ്റേ ബോംബർ 2 വരുന്നു, ലോകം നശിപ്പിക്കുന്ന സാധനം വരുന്നു, അത് രാവിലെ ഇട്ടിട്ട് പോയെന്ന് പറയുന്ന ബോംബ്. പക്ഷെ ആ ഇട്ടിട്ട് പോയ സ്ഥലത്ത് പിറ്റേ ദിവസം ഇസ്രായേൽ പറയുന്നു അവരുടെ ഒരു യുറേനിയത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല, അതൊക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്, അവന്മാർ നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട്. ഖമേനി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ വളരെ ഊർജിതമായിട്ട് കൊണ്ടുപോവാണ് ആണവായുധം ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി. ഇത് ഇസ്രായേലിന് നന്നായി അറിയാം അമേരിക്ക ചെയ്തൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. പക്ഷെ ഇസ്രായേലിനെയും ഈ അമേരിക്ക കൊണ്ട് ചെയ്യിച്ചതാണ്. കാരണം ഇസ്രായേലും ഈ പറയുന്ന ഇറാനുമായി നല്ല സ്നേഹബന്ധത്തിൽ പോയിരുന്ന രാജ്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ രണ്ട് ഭയങ്കര സൗഹൃദത്തിൽ പോയ രാജ്യങ്ങളാണ്. 44% ഓയിൽ ഇസ്രായേൽ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ്. അതിലെല്ലാം തകിടം മറിച്ചത് ഈ പറയുന്ന അമേരിക്കയുടെ ഒരു ഭരണാധികാരിയായിരുന്നു അവിടെ ഇരുന്ന ഷാ രാജവംശം. അതാണ് കുരുക്ക് മുഴുവൻ ഒപ്പിച്ച് അതിനകത്ത് ബലിയാടാകേണ്ടി വന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അത് ഇസ്രായേലിന് നന്നായി അറിയാം. അവരെ കൊണ്ട് കളിപ്പിക്കുന്നത് മുഴുവൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ അവിടെ പ്രശ്നമുണ്ടാക്കുമ്പോൾ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ
കടന്നു കയറാൻ കുറച്ചുകൂടി ഈസിയാണ്. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ എളുപ്പമാണ്. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഉടൻ തന്നെ അമേരിക്കയുടെ മിസൈലുകളും കാര്യങ്ങളും മേടിക്കും. പക്ഷെ ഇപ്പോൾ അതിനും മാറ്റം വന്നിരിക്കുന്നു. സൗദി അറേബ്യ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള പുതിയ കരാറിൽ ഒപ്പിടാൻ പോകുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ അതിനർത്ഥം അമേരിക്കയ്ക്ക് അപ്പുറം ആയുധ വിപണിയിലേക്ക് ഇന്ത്യ അവർ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ സ്വാഭാവികമായും ചൈനയുടെ ആയുധങ്ങളും റഷ്യയുടെ ആയുധങ്ങളുമാണ് വാങ്ങുന്നത്. അവിടെയും ട്രംപിന് കാലിടുന്നൊരു കാഴ്ചയാണ്. ഇവിടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത ഡീപ് സ്റ്റേറ്റ് അവരുടെ അവസാനത്തെ കളിക്ക് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും അറബ് കൺട്രീസിന്റെ ഒരു വലിയ പിന്തുണ തന്നെ ഇന്ത്യക്കുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതും അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവർക്കും ഈ ഒരു പുതിയ കളിയിൽ ഒരു റോളുണ്ട്. മികച്ച റോളാണ്. നമ്മൾ മുൻപ് കണ്ട റോളല്ല. അവർക്കും ഒരു പുതിയ മുഖമാണ് ഇത് നൽകുന്നത്.